കോട്ടയം ജെറൂസലം ആയ കഥ. ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. വേറൊരു കഥ. മനുഷ്യരെ കഥകൾ ഉണ്ടാക്കി പറയാൻ തുടങ്ങുന്നത് മാനസിക വിഭ്രാന്തി കൊണ്ടൊന്നും അല്ലായിരുന്നു. കഥകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് മതഗ്രന്ഥങ്ങളിലാണ്. മതതത്വങ്ങൾ പഠിപ്പിക്കാൻ ഏറ്റവും ഉപയുക്തമായത് കഥകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പൂർവികർ കഥകൾ എഴുതിയത്. അതായത് ഓരോ കഥയും ഓരോ പാഠം പഠിപ്പിക്കുന്നു. പാഠങ്ങൾ പഠിക്കാനുള്ളതാണ് കഥ എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറയാൻ തുടങ്ങുന്നത്. ഇതാണ് കഥ. ഞാൻ ആ കഥ വായിച്ചു കേൾപ്പിക്കാം. പണ്ട് കോട്ടയം എന്നൊരു പട്ടണം ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദ മതത്തിലോ ബുദ്ധമതത്തിലോ ഉള്ളവർ ആരും ആ പട്ടണത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ യഹൂദന്മാർ ആരും ഇല്ലാതിരുന്ന ഈ കോട്ടയത്തേക്ക് ഒരിക്കൽ യൗസേപ്പ് ഏലി എന്നു പേരുള്ള ഒരു യഹൂദ കച്ചവടക്കാരൻ വന്നു. അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു. തികഞ്ഞ ദൈവവിശ്വാസിയും എല്ലാ സാബത്തുകളിലും സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുന്നതും മുടക്കം കൂടാതെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഏലി മുതലാളി. പക്ഷേ കോട്ടയത്ത് സിനഗോഗുകൾ ഒന്നും ഇല്ലായിരുന്നു. ഇത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷെ അദ്ദേഹം ആരോടും പറഞ്ഞില്ല. തന്റെ ദൈവമായ കർത്താവിനോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഏതായാലും തന്റെ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം കോട്ടയത്ത് ഉളു എന്ന പേരിൽ ഒരു ഷോപ്പിംഗ് മാൾ തുറന്നു. യഹൂദന്മാർ പേരിന് മാത്രം ഉണ്ടായിരുന്ന പാലസ്തീനെ വെറും 66 വർഷം കൊണ്ട് ഇസ്രായേൽ എന്ന ഒരു യഹൂദ രാജ്യമാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചവരുടെ വംശത്തിൽപ്പെട്ടവനായിരുന്നു ഈ പറഞ്ഞ ശ്രീമാൻ ഏലി. മുന്നോട്ട് വായിക്കാം. അദ്ദേഹം വെറും ഒരു അന്തർദേശീയ വ്യവസായി മാത്രമല്ലായിരുന്നു. അദ്ദേഹത്തിന് രാജ്യങ്ങൾ ഉണ്ടാക്കാൻ പോലുമുള്ള പണവും പ്രാപ്തിയും ഉണ്ടായിരുന്നു. അന്ന് അവർ ഇസ്രായേൽ സ്ഥാപിക്കാനായി പാലസ്തീനയിലെ മരുഭൂമികൾക്ക് മുന്തിരിത്തോട്ടത്തിന്റെ വില കൊടുത്ത് മേടിച്ചതുപോലെ ഏലി മുതലാളി കോട്ടയംകാരുടെ നെൽപ്പാടങ്ങൾ നാട്ടുനടപ്പുള്ള വിലയേക്കാൾ 6 ഇരട്ടി വിലയ്ക്കാണ് മേടിച്ചത്. കോട്ടയംകാരെല്ലാം ഏലി മുതലാളിയെ ദൈവദൂതനായി കണക്കാക്കി. മുതലാളിക്ക് വസ്തു വിറ്റ നസ്രാണികൾ കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് ഉറക്കത്തിലും കൊടുക്കുന്നു എന്നുള്ള സങ്കീർത്തന വാചനമോർത്ത് കർത്താവിനെ സ്തുതിച്ചു. ഏലി മുതലാളിയുടെ ഷോപ്പിംഗ് മാളിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ലഭിച്ചിരുന്നു. കുറഞ്ഞ വിലയും കൂടിയ ഗുണമുള്ള വസ്തുക്കൾ. ഇതൊരു വലിയ അനുഗ്രഹം തന്നെയായിട്ടാണ് കോട്ടയംകാരായ എല്ലാവരും കരുതിയത്. ഈ ഷോപ്പിംഗ് മാളിൽ 200 ജോലിക്കാരുണ്ടായിരുന്നു. അതിൽ 150 ജോലിക്കാരും കോട്ടയംകാരായ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു സമുദായങ്ങളിൽപ്പെട്ടവർ, അല്ലെങ്കിൽ യഹൂദരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിജാതിയ അഥവാ ജെന്റൈൽസ് അഥവാ കാഫറുകളായിരുന്നു. തൊഴിലില്ലാതിരുന്ന 150 പേർക്ക് അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീ ശാക്തീകരണം മാനിച്ച് അവിവാഹിതരായ പെൺകുട്ടികൾക്ക് മാന്യമായ ശമ്പളത്തിൽ ജോലി കിട്ടിയത് മൂലം കോട്ടയംകാർ സന്തോഷിച്ചു. ബാക്കി വന്ന 50 ജോലിക്കായി മലയാളം ശരിക്കും അറിയാവുന്ന അവിവാഹിതരായ യഹൂദന്മാരായ 50 ചെറുപ്പക്കാരെ മൈലാപ്പൂരിൽ നിന്നും കൊണ്ടുവന്നു. മാത്രമല്ല, അവരുടെ താമസത്തിനായി കോട്ടയത്ത് വിവിധ സ്ഥലങ്ങളിലായി 50 വീടുകൾ, കൊട്ടാര സമാനമായ 50 വീടുകൾ മേടിച്ച് അവരെ അവിടെ പാർപ്പിച്ചു. കോട്ടയംകാർ ഇതിലും സന്തോഷിച്ചു. അതോടൊപ്പം ഗൾഫിലെ മുതലാളിമാർ കേരളത്തിൽ നിന്നും വരുന്ന തൊഴിലാളികളെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പരിഗണിക്കുന്നതെന്നോർത്ത്
നെടുവേർപ്പിടുകയും ചെയ്തു. ഈ 50 യഹൂദ ചെറുപ്പക്കാരുടെ രാജകുമാരന്മാരെ പോലുള്ള ജീവിതശൈലി കണ്ടിട്ട് കോട്ടയംകാർക്ക് അസൂയൊന്നും ഉണ്ടായില്ല. അവർക്ക് അത്ഭുതം മാത്രമേ ഉണ്ടായി. അതോടൊപ്പം കോട്ടയംകാർ അറിയാതിരുന്ന ഒരു രഹസ്യം കൂടി ഉണ്ട്. ഈ 50 യഹൂദ ചെറുപ്പക്കാർ ബോണ്ടഡ് ലേബറായിരുന്നു. ഇവരെ കോട്ടയത്തേക്ക് അയച്ചത് ജൂയിഷ് സൊസൈറ്റി ഫോർ ഏഷ്യ എന്ന മിഷനറി സംഘടന. അവരുമായിട്ടായിരുന്നു ബോണ്ട് ഉണ്ടായിരുന്നത്. ആ ബോണ്ട് പണമല്ലായിരുന്നു, മറിച്ച് വാക്കാലുള്ള ഒരു സമ്മതമായിരുന്നു. വളരെ പുരോഗമനപരമായ മനുഷ്യത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒന്നായിരുന്നു അത്. പ്രേമവിവാഹം. അതെ, ഞങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചുകൊള്ളാം എന്നുള്ള പ്രതിജ്ഞയായിരുന്നു ബോണ്ട്. പക്ഷേ ഈ പ്രേമവിവാഹത്തിൽ ഒരു നിബന്ധനയുണ്ട്. കോട്ടയംകാരികളായ ക്രിസ്ത്യാനിയെയോ മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ പ്രേമിച്ച് മതം മാറ്റി യഹൂദയാക്കി നിക്കാഹ് കഴിക്കണം എന്നായിരുന്നു നിബന്ധന. വിജാതീയരായ പെൺകുട്ടികളെ പ്രേമിക്കാൻ അഥവാ വളയ്ക്കാൻ പ്രത്യേക പരിശീലനവും അതിനാവശ്യമായ കാറ്, ബൈക്ക് എന്നിവയിൽ ലഭിച്ചിരുന്ന ഈ ചെറുപ്പക്കാർ 3 വർഷത്തിനകം അവരുടെ പ്രതിജ്ഞ. അങ്ങനെ കോട്ടയത്ത് 50 യഹൂദ കുടുംബങ്ങൾ, കൊട്ടാരങ്ങളുണ്ടായി. വീണ്ടും 15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ 50 യഹൂദ കുടുംബങ്ങളുമായി ഏകദേശം 200-ലധികം കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ഓരോ വീട്ടിലും 4-5 കുട്ടികൾ. കോട്ടയംകാരുടെ വീടുകളിൽ 2 കുട്ടികൾ വീതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയൽക്കാരോട് മാത്രമല്ല, വഴി യാത്രക്കാരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഈ 50 യഹൂദ കുടുംബങ്ങൾ കൊട്ടാരവാസികൾ കോട്ടയംകാരുടെ കണ്ണിലുണ്ണികളായി മാറി. അവരുടെ സുഹൃത്തുക്കളാകാൻ എല്ലാവരും കുതിച്ചു. ഈ വീടുകളിലെ 200-ലധികം കുട്ടികൾ വളർന്നു വലുതായപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർ കോട്ടയത്ത് തന്നെ താമസമാക്കി. യഹൂദരെയും വിജാതീയരെയും വിവാഹം കഴിച്ചു. യഹൂദ പെൺകുട്ടികളെ വിവാഹം ചെയ്ത മറ്റു മതസ്ഥരായ ആൺകുട്ടികളെല്ലാവരും പെൺകുട്ടികളുടെ വീട്ടിലെ പണക്കൊഴുപ്പ് കണ്ട് അവരുടെ സമൂഹത്തിൽ എത്തിപ്പെടാനായി യഹൂദ മതത്തിൽ ചേരുകയും ചെയ്തു. അങ്ങനെ ആ ഷോപ്പിംഗ് മാൾ സ്ഥാപിച്ച് ഏകദേശം 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോട്ടയം നഗരത്തിൽ തന്നെ 200-ലധികം യഹൂദ കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും വ്യവസായങ്ങൾ നടത്തുന്ന കുടുംബങ്ങളായിരുന്നു. കോട്ടയം പട്ടണത്തിലെ വലിയ ഹോട്ടലുകൾ, വലിയ സൂപ്പർ മാർക്കറ്റുകൾ, വലിയ സ്വർണ്ണക്കടകൾ, വലിയ ഫർണിച്ചർ കടകൾ എന്നിങ്ങനെ 200ഓളം വലിയ സ്ഥാപനങ്ങൾ അവരുടെ വകയായിരുന്നു. അവരുടെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരാൾക്കും ഒരു പരാതിയില്ലായിരുന്നു. അത്രയ്ക്ക് സത്യസന്ധമായിരുന്നു അവരുടെ കച്ചവടം. കള്ളവുമില്ല, ചതിയുമില്ല. മഹാബലി തിരിച്ചു വന്നതുപോലെ തോന്നി ചിലർക്കൊക്കെ. ഈ 200-ലധികം വരുന്ന വൻപന്മാർ ചേർന്ന് ജെറൂസലം ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. അതിന് കീഴിൽ കോട്ടയംകാർ ഇന്നുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു സ്കൂൾ തുടങ്ങി. ആ സ്കൂൾ വളരെ പ്രത്യേകത ഉള്ള ഒന്നായിരുന്നു. ആ സ്കൂളിലെ ഹിന്ദി അധ്യാപകരെല്ലാവരും വടക്കേ ഇന്ത്യക്കാര്, ഹിന്ദി ഭാഷയല്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അധ്യാപകരെല്ലാവരും അമേരിക്കക്കാരായ വെള്ളക്കാരായിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷുകാരെ വിളിച്ച് അമേരിക്കക്കാരെ വിളിച്ചതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഏലി മുതലാളിയുടെ പണത്തിന്റെ സ്രോതസ് അമേരിക്കയായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു ആ സ്കൂളിന്റെ പ്രത്യേകത. ആ സ്കൂളിൽ ഫീസ് ഇല്ലായിരുന്നു. ഇന്റർവ്യൂ നടത്തി യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ മാത്രമായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. ഈ സ്കൂൾ അവരുടെ പരോപകാര പ്രവൃത്തിയായിരുന്നു, അല്ലാതെ വ്യവസായമല്ലായിരുന്നു. അങ്ങനെ ജെറൂസലം സ്കൂൾ കോട്ടയംകാരുടെ കാര്യം. ഈ 200-ലധികം വരുന്ന കുടുംബങ്ങളിലായി 1000-ഓളം കുട്ടികളുണ്ട്. അതായത് വീണ്ടും 30 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് ഉളു എന്ന ഷോപ്പിംഗ് മാൾ ഉണ്ടായിട്ട് 75 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ
കോട്ടയം പട്ടണത്തിൽ, കോട്ടയം ജില്ലയിലില്ല, കോട്ടയം പട്ടണത്തിൽ യഹൂദ കുടുംബങ്ങളുടെ എണ്ണം 1000-ലധികമായി ഉയർന്നു. പിന്നീട് വന്ന ഓരോ തലമുറയിലും കുടുംബങ്ങളുടെ എണ്ണം 5 ഇരട്ടി, 6 ഇരട്ടി എന്നിങ്ങനെ വളർന്നു. അങ്ങനെ 150 വർഷം, അതായത് 6 തലമുറ കഴിഞ്ഞപ്പോൾ കോട്ടയം പട്ടണത്തിൽ യഹൂദ വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ താമസിച്ചിരുന്ന മറ്റു മതസ്ഥരെല്ലാം അവിടുന്ന് മാറി താമസിച്ചു. അവരെ ആരും ആട്ടി ഓടിച്ചതല്ല, മറിച്ച് അവരുടെ വീടുകൾക്ക് 5 ഇരട്ടി, 6 ഇരട്ടി വില പറഞ്ഞപ്പോൾ അവരെല്ലാം പട്ടണത്തിലെ തങ്ങളുടെ വീടുകൾ യഹൂദർക്ക് വിട്ട് ഗ്രാമത്തിലേക്ക് താമസം മാറി. തൽഫലമായി തിരുനക്കര ഉത്സവം നടത്താൻ ആളില്ലെന്നായി, കോട്ടയത്തെ കത്തീഡ്രൽ പള്ളികളിൽ ആരാധനയില്ലെന്നായി, അവിടെ ഉണ്ടായിരുന്ന ഏക മസ്ജിദ് തനിയെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി നിസ്കരിക്കാൻ ആളില്ലതായി. അങ്ങനെ ഒരു ബലപ്രയോഗവും ഇല്ലാതെ, ഒരു ഭീഷണിയും ഇല്ലാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കോട്ടയം പട്ടണം മറ്റൊരു ജെറൂസലമായി മാറി. കോട്ടയംകാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനല്ലായിരുന്നു ഏലി മുതലാളി ഉളൂൾ സ്ഥാപിച്ചത്. കഥ കഴിഞ്ഞു. കോട്ടയത്തിന്റെ കഥ കഴിഞ്ഞു.